മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരായ കേസിൽ നിയമോപദേശം തേടുകയാണ് പോലീസ്. കേസെടുത്തതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്ത ചിത്രങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ഇതിനിടെ നീക്കം തുടങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച ചിത്രങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യവും വിവരാവകാശ അപേക്ഷ നൽകി. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട ഈ പോറ്റിയുമായുള്ള ചിത്രം പങ്കുവച്ചത് ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനാണ്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒപ്പം ഈ കേസിൽ എന്തിനാണ് പോലീസ് നിയമോപദേശം തേടുന്നത്? ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചതിനാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം സുബ്രഹ്മണ്യനെ പോലീസ് കഴിഞ്ഞ ദിവസമൊക്കെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന് വൻ പ്രതിഷേധമാണ് ഉയർന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് ഈ ചിത്രം പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട. അത് AI ചിത്രമല്ല എന്ന സുബ്രഹ്മണ്യൻ പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കൂടിയാണ് ഇനി കേരളം സാക്ഷിയാകാൻ ഒരുങ്ങുക. AI ചിത്രമല്ല എങ്കിൽ പോറ്റിയും മുഖ്യമന്ത്രിയും അത് ഒരുമിച്ചെടുത്ത ചിത്രമാണോ എന്നതിലടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കേരള പോലീസിനടക്കം ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് ഈ സുബ്രഹ്മണ്യൻ പങ്കുവച്ചതും അതിനെതിരെ കേസെടുക്കുന്നതും. എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, ഈ കേസിൽ കേരള പോലീസ് എങ്ങനെയാണ് നിയമോപദേശം തേടാൻ ഒരുങ്ങുന്നത്? ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഈ ഒരു സാഹചര്യം, അതായത് ഒരുമിച്ചുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്നുള്ള ഒരു നടപടിയിലേക്കായിരുന്നു ചേവായൂർ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം കടന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം N സുബ്രഹ്മണ്യനെ വിളിച്ചു നിർത്തിയ അന്വേഷണ സംഘം പ്രത്യേകമായി മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയമോപദേശം തേടിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും സുബ്രഹ്മണ്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ മൊഴിയിൽ പ്രധാനമായും ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ചിത്രം തന്നെയാണ് താൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതെന്നാണ്. എന്നാൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രാഥമികമായ ഒരു സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത തേടാനായിട്ടുള്ള നിയമോപദേശം ഇപ്പോൾ തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സംഘം സംസാരിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസ് തിരിച്ചടിക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ നിയമോപദേശം തേടാനായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും അന്വേഷണ സംഘത്തിനും ഈ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇതിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു ചിത്രം N സുബ്രഹ്മണ്യൻ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ ചിത്രത്തിൻ്റെ ആധികാരികത കൂടി അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത സുബ്രഹ്മണ്യനിൽ നിന്ന് തേടുകയും ചെയ്യും. സുബ്രഹ്മണ്യനിൽ നിന്ന് ഈ വ്യക്തത കൂടി തേടിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. പ്രധാനമായും കഴിഞ്ഞ ദിവസം N സുബ്രഹ്മണ്യനെ ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്ത് വിട്ടെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും AI സാങ്കേതിക വിദ്യയോടുകൂടി തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചതെന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതെങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്രോതസ് എവിടെ ആര് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ആധികാരികതയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ സുബ്രഹ്മണ്യൻ്റെ നിലപാട് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സുബ്രഹ്മണ്യൻ ഇപ്പോഴും പറയുന്നത്. അതിനാൽ തന്നെ ഈ പബ്ലിക് ഇൻഫർമേഷൻസ് വകുപ്പ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻസ് വകുപ്പാണ് ഈ സമൂഹ മാധ്യമത്തിൽ ആദ്യം പങ്കുവച്ചത്. അതിനാൽ തന്നെ അവരിൽ നിന്ന് വിവരാവകാശ അപേക്ഷ പ്രകാരം ആ ചിത്രങ്ങൾ വീണ്ടും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് N സുബ്രഹ്മണ്യൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ഇത്തരത്തിലൊരു വാദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചിത്രം പബ്ലിക് ഇൻഫർമേഷൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസും വീണ്ടും പുറത്തുവിട്ടില്ലെങ്കിൽ അതിൽ പിടിച്ച് പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസും ഇപ്പോൾ നീക്കം നടത്തുന്നത്. അശ്വതി, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുള്ള ചിത്രമാണ് ഈ ഇത്തരത്തിൽ ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ വിഷയത്തിൽ നിയമകാര്യ ഉപദേശം തേടാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് ചെറിയൊരു ഇടവേള.
ശരി, നമുക്ക് ഇടവേള എടുക്കുന്നതിന് മുൻപ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് പരിശോധിക്കണം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, ടോപ്പ് ഹെഡ്ലൈൻസ് നൗ. വിശാൽ വധക്കേസിൽ നിർണായക വിധി ഇന്ന്. വിധി പറയുക മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ. ABVP നേതാവ് വിശാലിനെ മതഭീകരർ കൊലപ്പെടുത്തിയത് 2012 ജൂലൈ 17. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അന്ത്യം അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ചെയർപേഴ്സൺ.